ഗൈസ് ഞാനിപ്പോഴേ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം പമ്പിലാണ് നിൽക്കണേ. ഇവിടെ ഗ്യാസ് അടിക്കാൻ വന്നതാണ്. നമ്മുടെ വണ്ടി ഗ്യാസ് വണ്ടിയാണ്. അപ്പൊ ഇവിടെ പമ്പിൽ വന്നപ്പോ അവര് പറഞ്ഞ 30 കിലോ ഗ്യാസാ തരാൻ പറ്റുള്ളൂന്ന്. എന്താ സംഭവം നമുക്കറിയില്ല. ഒരു പമ്പുകാര് പറഞ്ഞ അങ്ങനെയാണ്. ഇവിടെ സ്റ്റോക്ക് ഉണ്ട്, വണ്ടി കിടക്കുന്നുണ്ട്. എന്നിട്ട് 30 കിലോ ഗ്യാസ് തരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഒരു ഡെയിലി അടിക്കുന്ന വണ്ടിയെ കൊടുക്കണം, അങ്ങനെയൊക്കെ ഒരു പറയണം. 100 കാരണങ്ങൾ പറയുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞോ, ചേട്ടന് കുഴപ്പമില്ല, ചേട്ടന് കുഴപ്പമില്ല, ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇവിടെ 30 കിലോ ഗ്യാസ് തരുള്ളൂ എന്നല്ലേ പറയണേ? നമ്മളെ ബാക്കി ഏത് വണ്ടി വേറെ തല്ലുകൂടാൻ പറഞ്ഞേ. ബാക്കി എല്ലാ വണ്ടിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ പെട്രോൾ അല്ലെങ്കിൽ CNG, അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ CNG. നമുക്കുള്ള ഗ്യാസ് നമ്മുടെ വണ്ടി അല്ല. നിക്ക് അടിച്ചിട്ട് നിക്കുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അതല്ലാണ്ട് നടക്കില്ല. ഫുള്ളായി അത് വെറുതെ അമ്പുകാരിങ്ങനെയാണ് പറയണേ, വേറെ ഒന്നുമല്ല. ബാക്കി എല്ലാ വണ്ടിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ പെട്രോള് അല്ലെങ്കിൽ CNG, അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ CNG. നമ്മുടെ വണ്ടിക്ക് CNG മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ വണ്ടിക്ക് CNG ഇല്ലാണ്ട് ഓടാൻ പറ്റില്ല. അപ്പൊ അത് തരില്ല എന്നവര് പറയണത്. ആകെ 30 കിലോന്റെ കാര്യം നമുക്ക് ആവശ്യമുള്ളൂ. അത് കിട്ടണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു ബസ്സിന് തന്നേക്കണ ഗ്യാസാട്ടാ 2220 രൂപ. ഫുൾ ടാങ്ക് ഗ്യാസ് ഓൺലൈൻ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ 1500 കേരളത്തില് ഗ്യാസ് ഉണ്ടായിട്ട് തരാണ്ടിരിക്കല്ലേ. CNG ഇല്ല കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബാക്കി വണ്ടിക്കൊക്കെ അടിച്ചു കൊടുക്കണ്ടേ ഗൈസ്. നോക്കി, ഇതിപ്പോ വഴിയിൽ കിടന്നു കഴിഞ്ഞാലേ ഷോറൂമിൽ നിന്നാണ് പറഞ്ഞതാണ് തള്ളിക്കൊണ്ടുപോകാനാണെങ്കിൽ. ആരാ പറഞ്ഞേ? ഇവിടുത്തെ ഓണറല്ലേ പറഞ്ഞേ എന്തിന് 3 കിലോ ഗ്യാസ് കൊടുക്കാൻ പാടുള്ളൂ? മോളിൽ നിന്നുള്ളല്ലേ? ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പോൾ സാർ എന്നെ വിളിച്ചു, ഓണറുടെ നമ്പർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടുത്തെ നമ്പർ എടുത്ത് കൊടുത്തു. അവിടെ സ്റ്റേഷനിൽ നിന്ന് ഓണറെ വിളിച്ചു. കമ്പനിൻ്റെ ഓണറെ വിളിച്ചിട്ട് ആൾ ഫോൺ എടുക്കില്ല, 2 കൊണ്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് അവിടെ വേഗം പരാതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അത് കൊടുക്കാനുള്ള പരിപാടിയാണ്. നമുക്കിപ്പോൾ നമ്മളെ ചാല് പോയി, ചാല് എന്നാലും ഇപ്പോൾ ഞങ്ങൾക്ക് തൃശ്ശൂർ എത്താൻ പറ്റില്ല, എത്തിയാലും അവിടെ നിന്ന് അടിക്കാൻ പറ്റില്ല, പിന്നെ അവിടെ നിന്ന് വരാൻ പറ്റില്ല. ഉണ്ടായിട്ട് തരാണ്ടിരിക്കണതാണ്. ഇല്ലാണ്ടാണെങ്കിൽ നമുക്ക് ഓക്കെ ചെയ്യാതെ ഗ്യാസ് ഉണ്ടായിട്ട് നമുക്ക് തരാനാണ്. അപ്പോൾ ഇതൊക്കെ ആരോടും നമുക്ക് നഷ്ടം പറയാനാ, നമുക്ക് ആരോടും പരാതി പറയാനില്ല. കൊടുക്കുന്ന ശേഷം നല്ല സപ്പോർട്ടായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ അവർ പ്രത്യേകം പരാതി കൊടുക്കാൻ പറഞ്ഞിട്ട് അവർ വിളിച്ച് പറഞ്ഞിട്ട് അവിടെ നിന്ന് സ്റ്റേഷനിൽ വിളിച്ചിട്ട് വരെ ഫോൺ എടുക്കുന്നില്ല. പിന്നെ ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ചാല് പോയി, 2 ചാല് പോയി. സ്റ്റേഷനിൽ ചെന്ന് പരാതി ചെയ്തിട്ടുണ്ട് ഗൈസ്. 10 മണിക്കാണ് ചെല്ലാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പോവാൻ നിൽക്കുകയാണ്.